നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഫീഷ്യലായിട്ട് കാര്യം അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൂപ്പർ താരം ക്ലബ്ബ് വിടുകയാണ്. റയൽ മാഡ്രിഡിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയതാണ്. ഇപ്പോൾ അദ്ദേഹം അവിടം വിട്ടു പോകുന്നു. ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ചില സൂചനകൾ ചില ജേർണലിസ്റ്റുകൾ നൽകുന്നുമുണ്ട്. റാഫേൽ വരാനയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. താരത്തിന് 31 വയസ്സേ ഉള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. റയൽ മാഡ്രിഡിൽ നിന്ന് 2021 അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയത്. ഫ്രാൻസിന് വേണ്ടി 93 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. എന്നാലും ഒഫീഷ്യലായിട്ട് ഇപ്പോൾ വരാനയും ഇത് കൺഫേം ചെയ്യുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. Rafael Varane has confirmed he will leave Manchester United in the summer upon the expiry of his contract following 3 seasons at Old Trafford എന്ന് പറഞ്ഞുകൊണ്ടാണ് യുണൈറ്റഡിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പം ഈ സീസൺ അവസാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുമ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോകും. അതായത് ഫ്രീ ഏജന്റ് ആയിട്ട് അദ്ദേഹം പോവുകയാണ്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നർത്ഥം. 2021 താരം ക്ലബിലേക്ക് എത്തിയതെന്നും 93 മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നും യുണൈറ്റഡിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിലുള്ള യുണൈറ്റഡിന്റെ ആദ്യ ട്രോഫി 2023 കറബാവോ കപ്പ് ആ വിജയത്തിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ 67 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളത്. 58 മത്സരങ്ങളിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എല്ലാവരും യുണൈറ്റഡിൽ റാഫക്ക് അദ്ദേഹത്തിന്റെ സർവീസിന് നന്ദി പറയുകയാണ്. ഭാവിയിൽ എല്ലാവിധ നന്മകളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുണൈറ്റഡ് അവരുടെ സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ചോദ്യം എങ്ങോട്ടേക്കാണ് അദ്ദേഹം പോവുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ബെൻ ജേക്കബ്സ് ട്രാൻസ്ഫർ വിവരങ്ങളൊക്കെ നൽകുന്ന ജേർണലിസ്റ്റ്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നുള്ള ട്രാൻസ്ഫർ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുന്ന ജേർണലിസ്റ്റ് ബെൻ ജേക്കബ്സ് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാൻ അദ്ദേഹം പറയുന്നു. റാഫേൽ വരാനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടും, ഫ്രീ ട്രാൻസ്ഫറിൽ വിടുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. സൗദി ഡീൽ മേക്കേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ജനുവരി മുതൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽ നസറിന് താല്പര്യമുണ്ട്. അൽ നസറും അൽ ഇത്തിഹാദും ഈ 2 ടീമുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. അൽ നസർ ആൻഡ് അൽ ഇത്തിഹാദ് ഹാവ് ബോത്ത് എക്സ്പ്രസ്ഡ് ആൻ ഇൻട്രസ്റ്റ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വരാനയ്ക്ക് ലെൻസിലേക്ക് മടങ്ങി പോകണമെന്നുണ്ട്. കൂടാതെ MLS നിന്നുള്ള ഓഫറും ഒരു പക്ഷേ അദ്ദേഹം പരിഗണിച്ചേക്കുമെന്ന് പറയുന്നു. അപ്പൊ എങ്ങോട്ടേക്ക് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വരാന യുണൈറ്റഡ് വിടുകയാണ്. സീസണിലെ അവസാന മത്സരവും കളിച്ച് അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങും. ഫ്രീ ഏജന്റ് ആണ്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവൈലബിൾ ആയിരിക്കും. സൗദി ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. വീഡിയോസ് അനുഭവം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.